ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തിയായ എന്നാൽ ടേസ്റ്റിയായ ഡേറ്റ്സ് കേക്കാണ്. ആദ്യം നമുക്ക് അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡേറ്റ്സ് ഞാനിവിടെ 20 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി ഇതിലെ കുരുവൊക്കെ കളഞ്ഞു വെക്കണം. ഇതിൽ 2 എണ്ണം നമ്മൾ കേക്ക് ബാറ്ററിൽ ഇടാൻ വേണ്ടി വെക്കും. ബാക്കിയുള്ള ഡേറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. 3/4 കപ്പ് പാല് ചെറു ചൂടുള്ള പാലായിരിക്കണം. 1 കപ്പ് ഗോതമ്പ് പൊടി, 3/4 കപ്പ് വെല്ലം അല്ലെങ്കിൽ ജാഗരി, 1/2 കപ്പ് റിഫൈൻഡ് ഓയിൽ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടി, പിന്നെ 2 ഈത്തപ്പഴം ഡേറ്റ്സ്. ആദ്യം ഡേറ്റ്സ് കുരുവൊക്കെ കളഞ്ഞ് നന്നായി കഴുകിയ ശേഷം ഇളം ചൂടുള്ള പാലിൽ അരമണിക്കൂർ കുതിർത്ത് വെക്കണം. ഡേറ്റ്സ് അരമണിക്കൂർ കുതിർത്ത് വെച്ചു. ഇനി നമ്മൾ ഇത് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു മിക്സർ ജാറിൽ നമ്മൾ ഈ ഡേറ്റ്സ് പാല് കൂട്ട് ചേർത്ത് കൊടുക്കും. ഇതിൻ്റെ കൂടെ തന്നെ 3/4 കപ്പ് ജാഗരി അല്ലെങ്കിൽ വെല്ലം കൂടെ ചേർത്ത് കൊടുക്കും. മധുരം പഞ്ചസാരയ്ക്ക് പകരം നമ്മളിവിടെ ജാഗരിയാണ് യൂസ് ചെയ്യുന്നത്. ഇത് മിക്സിയിൽ നന്നായി അരച്ചെടുക്കണം. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ മിക്സിലേക്ക് ഇനി 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് റിഫൈൻഡ് ഓയിൽ. മണമില്ലാത്ത ഏത് ഓയിലും യൂസ് ചെയ്യാം. ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഒരേ ഡയറക്ഷനിൽ കറക്കിക്കൊണ്ട് ഈ എണ്ണ നന്നായി യോജിച്ചു വരുന്നത് വരെ മിക്സ് ചെയ്യുക. എണ്ണ നമ്മളുടെ ഡേറ്റ്സ് മിക്സിൽ നന്നായി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഒരു അരിപ്പയുടെ സഹായത്തോടെ ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത് അരിച്ച് നമ്മളുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിക്കുന്നത് എന്തെങ്കിലും കട്ടയുണ്ടെങ്കിൽ അത് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടും ഒരു എയർ കയറാൻ വേണ്ടിയിട്ടുമാണ്. ഇത് നമുക്ക് ഫോൾഡ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഫോൾഡ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുന്നത് നമ്മളുടെ ഈ ഗോതമ്പ് പൊടി അരിച്ച് ചേർത്തപ്പോൾ കയറിയ എയർ കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കേക്ക് ഫ്ലഫി ആവാതിരിക്കും. അപ്പം നല്ല സ്പോഞ്ചിയായ ഫ്ലഫിയായ കേക്ക് കിട്ടണമെങ്കിൽ ഫോൾഡ് ചെയ്ത് നമുക്ക് യോജിപ്പിക്കാം. ഇത് നന്നായി യോജിപ്പിച്ചെടുക്കാം. കേക്ക് ബാറ്റർ തിക്കായി തോന്നുകയാണെങ്കിൽ നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ വെച്ച് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടി സൂക്ഷിക്കണം. ഇപ്പോൾ നമ്മളുടെ കേക്ക് ബാറ്റർ കുറച്ച് തിക്കാണ്. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് ആഡ് ചെയ്യാൻ പോവാണ്. പാല് റൂം ടെമ്പറേച്ചറിലായിരിക്കണം. തണുത്ത പാല് ചേർക്കരുത്. കേക്കിൻ്റെ സോഫ്റ്റ്നെസ് പോവും. അപ്പോൾ ആദ്യം 1 ടേബിൾ സ്പൂൺ ചേർക്കാം. എന്നിട്ടും തിക്കായി തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. ഫോൾഡിംഗ് മെത്തേഡിൽ തന്നെ ഈ മിൽക്ക് ഇതുമായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോഴും കുറച്ച് തിക്കാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം. യോജിപ്പിച്ചെടുക്കാം. ടോട്ടൽ ഇപ്പോൾ ഇതിലേക്ക് 3/4 കപ്പ് പാല് നേരത്തെ നമ്മൾ ചേർത്തിരുന്നു. കൂടാതെ ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ പാല് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ബാറ്റർ റെഡിയാണ്. കൺസിസ്റ്റൻസി കറക്റ്റാണ്. ഈ ഒരു പോറിംഗ് കൺസിസ്റ്റൻസി, ഒരുപാട് ലൂസ് ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ വീഴണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ റെഡിയാണ് ബാറ്റർ. ഇനി ബാറ്ററിലേക്ക്
നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ചെറുതായി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും ടൂട്ടി ഫ്രൂട്ടിയാണ് ചേർക്കാൻ പോകുന്നത്. ടൂട്ടി ഫ്രൂട്ടി ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഒഴിവാക്കാം. ഇത് ചേർക്കുന്നതിന് മുന്നേ അതിലേക്ക് 1 ടീസ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടി ഈ ടൂട്ടി ഫ്രൂട്ടി ഈത്തപ്പഴം അതിലേക്ക് നന്നായി കോട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ബാറ്ററിലിട്ട് കേക്ക് റെഡിയായി വരുമ്പോൾ ഈ കോട്ട് ചെയ്യാണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അടിയിൽ പോയി നിൽക്കാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നത്. ഇതിന് നമുക്ക് നമ്മളുടെ മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയാണ്. നമ്മളുടെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള ബേക്കിംഗ് ട്രേ ഇനി റെഡിയാക്കി വെക്കാം. ഇതിനായിട്ട് ഏതെങ്കിലും ഒരു ബേക്കിംഗ് ട്രേ യൂസ് ചെയ്യുക. ഞാനിവിടെ ഇപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ഒന്നുകിൽ ബട്ടർ പേപ്പർ അടിയിൽ വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്തിട്ട് ബാറ്റർ ഒഴിക്കാം. ബേക്കിംഗ് ട്രേയിലേക്ക് വളരെ കുറച്ച് ഓയിൽ ഒഴിച്ച് എല്ലാ ഭാഗത്തും നന്നായി സ്പ്രെഡ് ചെയ്തതിന് ശേഷം എണ്ണ നന്നായി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് നന്നായി സ്പ്രെഡ് ചെയ്യാം. കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് ഇതുപോലെ തട്ടി എല്ലാ ഭാഗത്തും കവറാവുന്ന രീതിയിൽ ചെയ്തെടുക്കാം. എക്സസ് ആയിട്ടുള്ള ഗോതമ്പ് പൊടി നമുക്ക് കളയാം. ബേക്കിംഗ് ട്രേ റെഡിയായി. ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചാലും മതിയാകും. ഇങ്ങനെ ചെയ്യുന്നത് കേക്ക് ഒട്ടിപ്പിടിക്കാതെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമ്മളുടെ കേക്ക് ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പാത്രം 2 പ്രാവശ്യം നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾക്കിനി കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. ബേക്ക് ചെയ്യാൻ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഓവൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റൗവിൽ വെച്ച് ചെയ്യാം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് സ്റ്റൗവിൽ വെച്ച് എങ്ങനെ ബേക്ക് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനായി ഒരു പാത്രം അടുപ്പിൽ വെക്കാം. അടികട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുന്നത് നമ്മുടെ പാത്രം കേടുവരാണ്ടിരിക്കാനാണ്. ഇതിലേക്ക് ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ചെറിയ പാത്രമോ സ്റ്റാൻഡോ ഉണ്ടെങ്കിൽ എടുത്തു വയ്ക്കാം. ഇതിന്റെ മുകളിലാണ് നമ്മളുടെ കേക്ക് ബേക്കിംഗ് ട്രേ വെക്കാൻ പോകുന്നത്. ഇത് അടച്ചു വെച്ച് നമുക്ക് 5 മിനിറ്റ് പ്രീഹീറ്റ് ആവാൻ വെക്കാം ഹൈ ഫ്ലെയിമിൽ. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്ത ശേഷം ബേക്കിംഗ് ഫ്ലെയിം സിമ്മാക്കുക. നമ്മളുടെ ബേക്കിംഗ് ട്രേ ഇതിലേക്ക് വെക്കാം. ഇതിനി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 35 to 40 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഇത് ഒരു രീതി. ഇനി ഓവനാണ് യൂസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത ശേഷം അത് 35 to 45 മിനിറ്റ്സ് 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് തുറന്ന് നോക്കാതിരിക്കാം. തുറന്ന് നോക്കുമ്പോൾ നമ്മളുടെ പൊന്തി വന്ന കേക്ക് താണു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഫസ്റ്റ് തുറന്നു നോക്കുന്നത് 30 മിനിറ്റ്സ് ആയതിനു ശേഷം മാത്രമാണ് കേക്ക് റെഡി ആയോ എന്ന് ചെക്ക് ചെയ്യാം. കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ 35 മിനിറ്റ് ആയി. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേക്ക് റെഡിയായോ ഇല്ലയോ എന്ന്. നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഒരു ഫോക്കോ ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം.
കേക്ക് നന്നായി റെഡി ആയിട്ടുണ്ട്. ഒരു ചെറിയ പറ്റലുണ്ട്, അതുകൊണ്ട് ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് 40 മിനിറ്റായി. നമുക്ക് ഒന്നുകൂടെ തുറന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ടൂത്ത് പിക്ക് നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ കേക്ക് റെഡിയാണ്. ഇത് നമുക്ക് തണിയാൻ വേണ്ടി വെക്കാം. കേക്ക് ഇപ്പോൾ നല്ല ചൂടിലാണുള്ളത്. ഇപ്പോൾ ഡിമോൾഡ് ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കരുത്. കേക്ക് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. നന്നായി തണുത്തതിന് ശേഷം മാത്രം നമുക്ക് ഡിമോൾഡ് ചെയ്യാം. കേക്ക് നന്നായി തണുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഡിമോൾഡ് ചെയ്യാം. ഡിമോൾഡ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ഇത് സൈഡിൽ നിന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതൊരു പാത്രത്തിൽ വെച്ച് ഡിമോൾഡ് ചെയ്ത് വെക്കാം. ഒട്ടും തന്നെ പറ്റാതെ നമുക്ക് ബേക്കിംഗ് ട്രേയിൽ നിന്ന് ഡിമോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കേക്ക് മുറിച്ച് നോക്കാം. മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല സോഫ്റ്റായ കേക്കാണ്. വളരെ സോഫ്റ്റായ ഫ്ലഫിയായ കേക്ക് റെഡിയാണ്. നമ്മളുടെ എഗ്ലെസ്, നോ മൈദ, നോ ഷുഗർ, നോ ബട്ടർ ഡേറ്റ്സ് കേക്ക് റെഡിയാണ്. ഇതിനെ ഹെൽത്തി എന്ന് വിളിക്കാൻ കാരണം മൈദയ്ക്ക് പകരം നമ്മൾ ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്തത്. ഷുഗർ റീപ്ലേസ് ചെയ്ത് ജാഗരിയും ബട്ടർ ഒഴിവാക്കി റിഫൈൻഡ് ഓയിലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത ഒരു ഹെൽത്തിയായ ടേസ്റ്റിയായ റെസിപ്പിയുമായി കാണാം.